നമസ്കാരം, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് എന്താണ് ഇന്ന് പഠിക്കാനുള്ളത്? നമ്മുടെ കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഹീറ്റ് ട്രാൻസ്ഫറിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കുന്നത്. ഇത് നമ്മുടെ തെർമോഡൈനാമിക്സ് എന്ന ടോപ്പിക്കിനകത്ത് ഫിസിക്സിലെ തെർമോഡൈനാമിക്സിൽ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്ന ഒരു ചെറിയ ഭാഗമാണ്. അപ്പം നമുക്ക് അതിപ്പം തന്നെ അങ്ങ് പഠിച്ചു തീർക്കാം. ഓക്കെ, വളരെ എളുപ്പമാണ്, സിമ്പിളാണ്. അപ്പം എന്താണെന്ന് നമുക്ക് നോക്കാം. ഹീറ്റ് എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ഈ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയാം, അല്ലേ? ആ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന 3 രീതിയിലാണ് ട്രാൻസ്ഫർ നടക്കുന്നത്. എങ്ങനെയൊക്കെയാണ്? കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. ഈ 3 രീതിയിലാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു തീപ്പെട്ടി കൊള്ളി എന്താണ് കത്തിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ തീപ്പെട്ടിയുടെ ഹീറ്റ് ചെറുതായിട്ട് നമുക്ക് ഈ കമ്പിൽ ഫീൽ ചെയ്യും. അതാണ് കണ്ടക്ഷൻ. ഈ ഹീറ്റ് ചെറുതായിട്ട് ഈ കമ്പ് കണ്ടക്ട് ചെയ്യും എന്ന് വിചാരിക്കുക. ഓക്കെ, അതെന്താണ്? കണ്ടക്ഷനാണ്. അപ്പോൾ ഇതില്ലെങ്കിൽ തന്നെ നമുക്കിവിടെ ചെറിയൊരു ഫീൽ വരത്തില്ലേ? ഹീറ്റിൻ്റെ ഇവിടെ കത്തിച്ച് വെച്ച് ഇത് കത്തി കത്തി ഏകദേശം ഇവിടെ ആകുമ്പോഴത്തേക്ക് ആ ഹീറ്റ് എന്താണ്, നമ്മൾ കൈ തട്ടിയില്ലെങ്കിൽ പോലും നമുക്കൊരു ചൂട് ഫീൽ ചെയ്യും, അല്ലേ? അതെന്താ കാരണം? അത് റേഡിയേഷൻ കാരണമാണ്. പിന്നെന്താണ്? ഹോട്ട് എയർ മേലോട്ട് പോവും. അതെന്താണ്? ഇവിടെ കൺവെക്ഷൻ ആണ് നടക്കുന്നത്. എയർ മുകളിലോട്ട് പോകുന്നത് കൺവെക്ഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗറിൽ നോക്കാം. ഇനി നമ്മൾ എന്താണ്, വാട്ടർ ബോയിൽ ചെയ്യാണ്. നമ്മളൊരു പാത്രത്തിൽ വെച്ച് നമ്മൾ ചായ തിളപ്പിക്കാൻ വേണ്ടി വാട്ടർ ബോയിലാക്കാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ വെള്ളം ചുമ്മാ തിളപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ നടക്കുന്നത്? ഇവിടെ നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പം ഈ ഒരു സ്റ്റീൽ അല്ലെങ്കിൽ സ്റ്റീൽ എന്ന് പറയുന്ന ഈ ഒരു മീഡിയത്തിൽ നിന്ന്, അതൊരു സോളിഡ് ആയിട്ടുള്ള മീഡിയമാണ്, സോളിഡ്. ഈ മീഡിയത്തിൽ നിന്ന് ഹീറ്റ് അകത്തോട്ട് പോയോണ്ടല്ലേ നമ്മുടെ ഈ വാട്ടർ ബോയിലാവുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ നടന്നത് കണ്ടക്ഷനാണ്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്? ഇവിടെ വെള്ളം തിളച്ചു, ഇത് ലിക്വിഡാണ്. ഈ ലിക്വിഡിൽ നിന്ന് ഈ സോളിഡിൽ എന്താണ് നമ്മൾ പിടിക്കുന്ന പിടി സ്റ്റീലാണെങ്കിൽ എന്താണ്, ഇതിലോട്ട് ഇങ്ങനെ ഹീറ്റ് വരും. നമ്മളിത് കൈ തൊടുമ്പോൾ പൊള്ളത്തില്ലേ? അപ്പം അതിന് കാരണം എന്താണ്? അതും കണ്ടക്ഷൻ കാരണമാണ് ഉണ്ടാവുന്നത്. ഇനി എന്താണ്? നമ്മുടെ ഈ വാട്ടർ മോളിക്യൂൾസ്, ഈ അടി കിടക്കുന്ന മോളിക്യൂൾസ് മേളിലേക്ക് എത്തുമ്പം എന്താണ്, ഇത് തണുക്ക് പിന്നെ താഴോട്ട് വരും. നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എയർ ബബിൾസ് മേളിലോട്ട് ഇങ്ങനെ പൊങ്ങി വരുന്ന കണക്ക് കാണത്തില്ലേ, അല്ലേ? അതെന്താ കാരണം? അത് കൺവെക്ഷനാണ് അവിടെ കാരണം. ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റും നമ്മളിങ്ങനെ കൈ ചുമ്മാ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഹീറ്റ് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുഖത്തോട്ട് എന്താണ്, ഒരു ചൂട് ഫീൽ ചെയ്യില്ലേ? അതിൻ്റെ കാരണം എന്താണ്? അത് റേഡിയേഷനാണ്. ഇത് തന്നെയാണ് പറയുന്നത്. അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സിനിമയിലെ രംഗമാണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു സിനിമയിൽ എന്താണ്, ഒരു പുള്ളി എന്താണ്, ഈ പറയുന്ന നടൻ എന്താണ്, ഒരു പാൻറ് എടുത്തിട്ട് തേക്കുകയാണ്. അപ്പം തേക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൊള്ളൽ വന്നു, അല്ലേ? ആ പൊള്ളിയിട്ട് കൈ കുടയുന്ന നമ്മൾ കണ്ടതല്ലേ? അപ്പം ഈ പൊള്ളിയപ്പോൾ ഇവിടെ എന്താ നടന്നത്? ഈ ഇസ്തിരിപ്പെട്ടിയിൽ, ആ ഇസ്തിരിപ്പെട്ടിക്ക് എന്താണ്, നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്തപ്പോഴത്തേക്ക് ആ ഇലക്ട്രിസിറ്റി എന്താണ്, ഹീറ്റ് എനർജി ആയിട്ട് ട്രാൻസ്ഫർ ആയി. ആ ഹീറ്റ് എനർജി ഉള്ള ആ ഒരു മെറ്റൽ ഭാഗത്ത് ഈ പറയുന്ന നടൻ തൊട്ടപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചത്? ആ ഇസ്തിരിപ്പെട്ടി ഇതാണെങ്കിൽ ഇസ്തിരിപ്പെട്ടിയിൽ കൈ തൊട്ടപ്പോഴത്തേക്ക് ആ ഇസ്തിരിപ്പെട്ടിയുടെ ഹീറ്റ് ഇയാളുടെ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ആയി, അല്ലേ? അങ്ങനെ ഹീറ്റ് ട്രാൻസ്ഫർ നടന്നതുകൊണ്ടാണ് ഇയാൾക്ക് എന്താണ്, പൊള്ളലേറ്റത്. ഓക്കെ, അടുത്തത് എന്താണ്, ഈ സിനിമയിലെ തന്നെ മറ്റൊരു രംഗമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇനി എന്താണ്, ഈ പുള്ളിയൊക്കെ വഴക്ക് പറഞ്ഞിട്ട് നമ്മളെ വടിവേലി എന്ത് ചെയ്യുന്നു, ഈ ഇസ്തിരി ഫോണാന്ന് വിചാരിച്ചിട്ട് ചെവിയിലേക്ക് എടുത്തു വയ്ക്കുന്നു. അപ്പം എന്താ സംഭവിച്ചത്? അപ്പം ഇവിടെ എന്താണ് നടന്നത്? ഈ ഇസ്തിരി പെട്ടിയിലെ ഹീറ്റ് മറ്റേ പുള്ളിയുടെ കയ്യിലേക്കാണെങ്കിൽ ഇദ്ദേഹം മുഖത്തെടുത്ത് വെച്ചപ്പോൾ അത്രയും ഭാഗമാണ് പൊള്ളിപ്പോയത്, അല്ലേ? അപ്പോൾ എന്താ നടന്നത്? അവിടെ ഇസ്തിരിയിലുണ്ടായിരുന്ന ആ ഒരു ഹീറ്റ് അടുത്ത് എന്താണ്, ഇദ്ദേഹത്തിൻ്റെ ചെവിയിലേക്ക് ട്രാൻസ്ഫർ ആയി പോവുകയാണ് ചെയ്തത്. അപ്പം എന്താണ്, അവിടെ പൊള്ളൽ വന്ന ചെവി വരെ പറഞ്ഞു വന്നു, അല്ലേ? അപ്പം എന്താണ് ഇവിടെ നടന്നത്? കണ്ടക്ഷൻ തന്നെയാണ്. അപ്പം കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം കണ്ടക്ഷൻ എന്നാന്ന് നമുക്ക് നോക്കാം. കണ്ടക്ഷൻ ഈസ് പോസിബിൾ ഇൻ സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ്, പിന്നെ എന്താണ്, ഗ്യാസസ്. ഇതിലെല്ലാം എന്താണ്, കണ്ടക്ഷൻ നടക്കാറുണ്ട്. സോളിഡ്സിലും ലിക്വിഡ്സിലും ഗ്യാസസിലും കണ്ടക്ഷൻ നടക്കുന്നുണ്ട്. ബട്ട് ഇറ്റ് ഈസ് ബെസ്റ്റ് ഇൻ സോളിഡിലാണ് ഏറ്റവും നന്നായിട്ട് എന്താണ്, കണ്ടക്ഷൻ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആര് വരും? ലിക്വിഡ് വരും. ഏറ്റവും കുറച്ചായിരിക്കും നമ്മുടെ ഗ്യാസസ്, അല്ലേ? അപ്പോൾ ബെസ്റ്റ് ഇൻ സോളിഡ് സബ്സ്റ്റൻസ് വിച്ച് കണ്ടക്ട് ഹീറ്റ് കാൾഡ് ഗുഡ് കണ്ടക്ട്. ആ സോളിഡിനകത്ത് ഹീറ്റിനെ നല്ല രീതിയിൽ കടത്തിവിടുന്ന സോളിഡിനെ നമുക്ക് എന്ത് പറയാം? കണ്ടക്ടർ എന്ന് പറയാം. അത് ഗുഡ് കണ്ടക്ടർ ആയിരിക്കും. ഏറ്റവും നല്ല രീതിയിൽ കടത്തിവിടുന്നത് ഗുഡ് കണ്ടക്ടേഴ്സ് ആയിരിക്കും. ഇനി എന്താണ്, ഡു നോട്ട് കണ്ടക്ട് ചെയ്യത്തില്ല ചില സബ്സ്റ്റൻസ്. ഇപ്പം എന്താണ്, നമ്മുടെ ഫ്രൈ പാൻ്റെ ഒക്കെ അറ്റത്ത് എന്താണ് ഒരു ബ്ലാക്ക് കളർ കോട്ടിംഗ് ഇല്ലേ? അപ്പം എന്താണ്, ഒരു പ്ലാസ്റ്റിക് വെച്ച് ഭയങ്കര തിക്കായിട്ട് വെച്ചേക്കുന്ന അത് ഹീറ്റിനെ കണ്ടക്ട് ചെയ്യാത്ത മെറ്റീരിയലാണ്. അപ്പം എന്താണ്, അതിനെ നമുക്ക് പുവർ കണ്ടക്ടർ എന്ന് പറയാം.
ഓക്കെ. അല്ലെങ്കിൽ എന്താണ് അതിനെ ഇൻസുലേറ്റർ എന്ന് പറയും. ഹീറ്റിനെ കണ്ടക്ട് ചെയ്യാത്തതിനെ അല്ലെങ്കിൽ കറണ്ടിനെ കണ്ടക്ട് ചെയ്യാത്തതിനെ എല്ലാം നമ്മൾ എന്താ പറയുന്നത്, ഇൻസുലേറ്റർ എന്നാണ് പറയുന്നത്. ആൾ മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ്. മെറ്റൽസ് ഏത് തന്നെ ആയാലും അത് എന്തായിരിക്കും, അത് ഗുഡ് കണ്ടക്ടേഴ്സ് ആയിരിക്കും. ഗ്യാസസ് ആൻഡ് നോൺ മെറ്റൽസ്, ഗ്യാസസും നോൺ മെറ്റൽസും എന്തായിരിക്കും, അത് പ്യുവർ കണ്ടക്ടേഴ്സ് ആയിരിക്കും. അതൊക്കെ പ്യുവർ കണ്ടക്ടേഴ്സ് ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആസ്ബെക്ടോസ്, റബ്ബർ, ഫൈബർ ഗ്ലാസ് എക്സെട്ര, ഇതൊക്കെ എന്താണ്, അതൊക്കെ നോൺ മെറ്റൽസിന് എക്സാമ്പിൾ ആണ്. അതൊക്കെ എന്താണ്, പുവർ കണ്ടക്ടേഴ്സ് ആണ്. ഇനി സിൽവർ ഈസ് ദ ബെസ്റ്റ് കണ്ടക്ടർ. ഏറ്റവും കണ്ടക്ടിവിറ്റി കൂടുതൽ ആർക്കാണ്, അത് സിൽവറിനാണ്. ഓക്കെ. അടുത്ത നമ്മൾ പഠിക്കുന്നത് എന്താണ്, ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. മറ്റൊരു പ്ലേസിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് ഹോട്ട് എൻഡിൽ നിന്ന് കോൾഡ് എൻഡിലേക്ക് ഇങ്ങനെ നമ്മുടെ ഹീറ്റ് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ എന്താണ്, ബൈ ദ അസിസ്റ്റൻസ് ഇറ്റ്സ് പാർട്ടിക്കിൾസ് ബട്ട് വിത്തൗട്ട് ദെയർ ആക്ച്വൽ മൂവ്മെൻറ്റ് ഈസ് കാൾഡ് കണ്ടക്ഷൻ. ഇപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ ഒരു പാത്രത്തിൻ്റെ അടിഭാഗത്ത് നിന്ന് മേൽഭാഗത്തോട്ട് വന്നത് ഇവിടെ ഭാഗത്തല്ലേ, ഹാൻഡിലല്ലേ ചൂടാവുന്നത്, നമുക്ക് തൊട്ടാ കൈ കൊള്ളുന്നത്. പക്ഷെ നമ്മൾ ചൂടാക്കിയേക്കുന്നത് ഈ ഭാഗമാണ്. ഇവിടുത്തെ മോളിക്യൂൾസ് ഇങ്ങനെ ഓടിയിട്ടാണോ അവിടെ എത്തിയത്? അല്ലല്ലോ. അവിടെ എന്താ നടന്നത്, അവിടെ ആക്ച്വൽ മൂവ്മെൻറ്റ് നടക്കുന്നില്ല. ഈ ഇവിടെ ഒരു വൈബ്രേഷൻ പോലത്തെ ഒരു മൂവ്മെൻറ്റ് വഴിയാണ് ഈ ഹീറ്റ് അങ്ങോട്ട് ട്രാൻസ്ഫർ ആയത്. അപ്പം വെൻ എ സബ്സ്റ്റൻസ് ഈസ് ഹീറ്റ് ദ ആറ്റംസ് ഓഫ് ദ സബ്സ്റ്റൻസ് ബിഗിൻ ടു വൈബ്രേറ്റ്. അത് വൈബ്രേറ്റ് ആവാൻ തുടങ്ങും. എന്നിട്ട് വിത്ത് ഗ്രേറ്റർ ആംപ്ലിറ്റ്യൂഡ്, എങ്ങനെയാണ് ഗ്രേറ്റർ ആംപ്ലിറ്റ്യൂഡിൽ അത് വൈബ്രേറ്റ് ആവുന്നത് കൊണ്ടാണ് ഇവിടെ ഹീറ്റ് എത്തിയത്. അല്ലാതെ അതിൻ്റെ ആക്ച്വൽ മൂവ്മെൻ്റ് അല്ല ഇവിടെ നടക്കുന്നത്. കാരണം എന്താണ്, അതൊരു സോളിഡ് അല്ലേ, അവിടെ ആക്ച്വൽ മൂവ്മെൻറ്റ് നടക്കത്തില്ല. These increase the vibrational amplitude and thus energies associated with them are passed through atom to atom. അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും, ഒരാറ്റത്തിൽ നിന്ന് മറ്റൊരു ആറ്റത്തിലേക്ക് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് പൊക്കോണ്ടിരിക്കും. നമുക്കിപ്പം ഒരു റബ്ബർ ബാൻഡ് അല്ലെങ്കിൽ ഒരു വള്ളി എടുത്ത് നമ്മൾ വലിച്ചു പിടിച്ചിട്ട് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് അങ്ങ് എത്തത്തില്ലേ, അതുപോലെ തന്നെയാണ് എന്താണ് ഈ ഒരു ആറ്റംസ് ഇവിടെ നിന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പം ഈ വൈബ്രേഷൻ അങ്ങ് അറ്റത്ത് വരെയും എത്തും. ഓക്കെ. അപ്പോൾ ഹോട്ട് എൻഡിൽ നിന്ന് കോൾഡ് എൻഡിലേക്ക് എന്താണ് ഈ വൈബ്രേഷൻ പാസ് ചെയ്യും. ദെൻ ദെയർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഫ്രം പോയിന്റ് ടു പോയിന്റ്. അപ്പോൾ എന്താണ്, ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് അപ്പം ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കും. ഓൺസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ റീജിയൻ ഓർ പോയിന്റ് ബിക്കം കോൺസ്റ്റൻറ്റ്. പക്ഷെ എന്താണ്, ഈ വൈബ്രേഷൻ മോഷൻ ആയപ്പം ഇവിടുത്തെ ടെമ്പറേച്ചർ ഇങ്ങനെ പാസ് ചെയ്ത് അങ്ങ് പോകുമ്പോൾ ഇവിടെ ടെമ്പറേച്ചർ ഇല്ലാതാവത്തില്ല. അവിടെ എന്താണ്, അവിടെ കോൺസ്റ്റൻ്റ് ആയി തന്നെ നിൽക്കും. വി സേസ് ദാറ്റ് സ്റ്റഡി സ്റ്റേറ്റ് ഈസ് റീച്ച്ഡ്. അപ്പോൾ എന്താണ് നമ്മൾ അതിനെ പറയുന്നത്, സ്റ്റഡി സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ഹീറ്റ് ഉണ്ടെങ്കിൽ ഇവിടെയും ഹീറ്റ് ഉണ്ട്, ഇവിടുന്ന് പാസ് ചെയ്ത് ബാക്കിയുള്ള സ്ഥലങ്ങളും ഹീറ്റ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു രീതിനെ നമുക്ക് എന്തെന്ന് പറയാം, കണ്ടക്ഷൻ എന്ന് പറയാം. ഓക്കെ. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ ഹീറ്റ്, അതായത് ക്യൂ ആണ് നമ്മൾ ഹീറ്റായിട്ട് പറയുന്നത്. ഈ ഹീറ്റ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു, എന്തിനെയാണ് ഈ സബ്സ്റ്റൻസിൻ്റെ എന്തിനെയൊക്കെയാണ് ഈ പറയുന്ന ഹീറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. ഒന്നാമത് എന്താണ്, ഏരിയ. നമ്മൾ എടുക്കുന്ന ഒരു ക്രോസ് സെക്ഷൻ ഇതാണ്, നമ്മളൊരു എടുക്കുന്ന മെറ്റൽ പീസ് ഇതാണെങ്കിൽ ഇതിൻ്റെ ഏരിയ, മൊത്തത്തിലുള്ള ഏരിയയെ അത് ഡിപ്പെൻഡ് ചെയ്യും. പിന്നെന്താണ്, ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ടൈം ഫോർ വിച്ച് ഹീറ്റ് ഫ്ലോസ്, ടൈം ഫ്ലോയെ ഡിപ്പെൻഡ് ചെയ്യും, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യും. നേച്ചറിനെ, മെറ്റീരിയലിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെന്താണ്, വേർ ദ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി കെ, അതായത് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ദ മെറ്റീരിയലിനെയും ഇത് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, എന്തൊക്കെയാണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അതായത് ഏരിയയെ ഡിപ്പെൻഡ് ചെയ്യും. അടുത്തെന്താണ്, ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യും, മെറ്റീരിയലിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെന്താണ്, തെർമൽ കണ്ടക്ടിവിറ്റി. ഇപ്പം തന്നെ പഠിക്കുക എന്തൊക്കെയാണ്, ഏരിയ, ടെമ്പറേച്ചർ, ടൈം, നേച്ചർ. പിന്നെന്താണ്, തെർമൽ കണ്ടക്ടിവിറ്റി കെയെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ. ഇനി തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് എ മെറ്റീരിയൽ ഈസ് ഡിഫൈൻഡ് ആസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഫ്ലോയിങ് ആണ്, ഫ്ലോയിങ് എന്നാണ് ഇത്. ഓക്കെ. അപ്പോൾ ഫ്ലോയിങ് ത്രൂ യൂണിറ്റ് ഏരിയ ഓഫ് എ ക്രോസ് സെക്ഷൻ ഓഫ് മെറ്റീരിയൽ ഇൻ എന്താണ്, ഇൻ യൂണിറ്റ് ടൈം അണ്ടർ യൂണിറ്റ് ടെമ്പറേച്ചർ. നമ്മൾ ഒരു യൂണിറ്റ് ടെമ്പറേച്ചറിൽ യൂണിറ്റ് ടൈമിൽ നമ്മൾ എന്താണ് യൂണിറ്റ് ഏരിയ ഉള്ള ഒരു മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ അതിലേക്കൂടെ പോകുന്ന ആ ഹീറ്റിൻ്റെ ഫ്ലോയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്,
തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്, ഏരിയ, ടെമ്പറേച്ചർ, ടൈം, നേച്ചർ, എന്താണ് തെർമൽ കണ്ടക്ടിവിറ്റി കെ, ഇത്രയും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ആ തെർമൽ കണ്ടക്ടിവിറ്റിയുടെ കാര്യമാണ് പറയുന്നത്. തെർമൽ കണ്ടക്ടിവിറ്റി കൂടുകയാണെങ്കിൽ ഗ്രേറ്റർ ദ വാല്യൂ ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് മെറ്റീരിയൽ എന്താണ്? മോർ റാപ്പിഡ്ലി വിൽ കണ്ടക്ട് ഹീറ്റ്. അപ്പം ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ വേഗത അവിടെ കൂടും. ഓക്കെ, ഈ ലാർജ് തെർമൽ കണ്ടക്ടിവിറ്റീസ് ഓഫ് ഗുഡ് തെർമൽ കണ്ടക്ടേഴ്സ് സച്ചസ് മെറ്റൽ. അപ്പം ലാർജ് തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ള ഗുഡ് കണ്ടക്ടേഴ്സ് ആരാണ്? മെറ്റൽസ് ആണ്. സ്മാൾ തെർമൽ കണ്ടക്ടിവിറ്റീസ് ആർ ഗുഡ് തെർമൽ കണ്ടക്ടേഴ്സ്. സ്മാൾ തെർമൽ കണ്ടക്ടിവിറ്റീസ് എന്താണ്? ഗുഡ് തെർമൽ കണ്ടക്ടേഴ്സ് ആണ്. അത് വുഡും ഗ്ലാസ് വൂളും ഒക്കെയാണ്. അതും എന്താണ്? ഗുഡ് തെർമൽ കണ്ടക്ടേഴ്സ് ആണ്. ഓക്കെ, അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താണ്? സ്മാൾ കുക്കിംഗ് പോട്ട്സ് ഹാവ് കോപ്പർ കോട്ടിംഗ് ഓൺ ദ bottom. Being a good conductor of heat, copper promote the distribution of heat over the bottom of a pot of uniform. അപ്പോൾ എന്താണ്? നമ്മളൊരു കോപ്പർ എന്താണ് പാൻ അല്ലെങ്കിൽ സ്മാൾ കുക്കിംഗ് പോട്ട് എടുക്കുകയാണ്. ആ കുക്കിംഗ് പോട്ടിൽ എന്താണ്? കോപ്പർ കോട്ടിംഗ് ഉണ്ട്. ബോട്ടത്തിൽ എന്താണ്? കോപ്പർ കോട്ടിംഗ് ഉണ്ട്. അതെന്താണ്? ഗുഡ് കണ്ടക്ടറാണ്, ഹീറ്റിൻ്റെ ഗുഡ് കണ്ടക്ടറാണ്. അതെന്താണ്? അത് എന്താണ്? ഹീറ്റിനെ പ്രൊമോട്ട് ചെയ്യും, ഹീറ്റിനെ കൂടുതൽ വേഗത്തിൽ പ്രൊമോട്ട് ചെയ്യും. നമ്മുടെ എന്താണ്? പാചകം കുറച്ചുകൂടെ ഫാസ്റ്റ് ആവും. അതിനുവേണ്ടിയാണ് അത് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി പ്ലാസ്റ്റിക് ഫോംസ് എന്താണ്? ഗുഡ് ഇൻസുലേറ്റേഴ്സ് ആണ്. പ്ലാസ്റ്റിക് എന്താണ്? ചൂടിനെ അങ്ങനെ കടത്തി വിടത്തില്ല പ്ലാസ്റ്റിക് ഫോംസ്, ബിക്കോസ് ദേ കണ്ടെയ്നിങ് പാക്കറ്റ്സ് ഓഫ് എയർ. എന്തുകൊണ്ടാണ് കടത്തി വിടാത്തത്? അതിനകത്ത് പാക്കറ്റ്സ് ഓഫ് എയർ ഉള്ളത് കൊണ്ടാണ് പ്ലാസ്റ്റിക് ഫോംസ് എന്താണ്? ഹീറ്റിനെ കടത്തി വിടാത്തത്. ഗ്യാസസ് എന്താണ്? പ്യുവർ കണ്ടക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ ഇൻസുലേറ്റേഴ്സ്. കുറച്ച് ഇൻസുലേറ്റർ ആണ്. പ്യുവർ കണ്ടക്ടർ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഫുള്ളൊന്നും കണ്ടക്ട് ചെയ്യാതിരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ പ്യുവർ കണ്ടക്ടർ ആണ്. എന്താ കാരണം? ലോ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് എയർ. എന്താണ്? എയറിന് ലോ തെർമൽ കണ്ടക്ടിവിറ്റി ആണുള്ളത്. അതുകൊണ്ടാണ് ഇത് പ്യുവർ കണ്ടക്ടറായിട്ട് മാറിയത്. ഓക്കെ, ഇൻ ദ ഹൗസ് വിത്ത് കോൺക്രീറ്റ് റൂഫ്. നമ്മുടെ വീടിനൊക്കെ എന്താണ്? കോൺക്രീറ്റ് റൂഫാണുള്ളത്. എ ലെയർ ഓഫ് ഇൻസുലേഷൻ ഈസ് മെയ്ഡ് ഓൺ സീലിംഗ്. നമ്മൾ സീലിംഗ് ആയിട്ട് എന്താ കൊടുക്കുന്നത്? നമ്മൾ ഇൻസുലേഷൻ ആയിട്ടുള്ളൊരു ലെയർ ആണ് കൊടുക്കുന്നത്. കാരണം എന്താ? അല്ലെങ്കിൽ നമ്മൾ ഉച്ച സമയത്തൊക്കെ നമ്മുടെ ഉച്ച സമയത്ത് എന്താ? സൂര്യൻ്റെ ചൂടായിട്ട് ഈ കോൺക്രീറ്റ് ചുട്ടു പഴുത്ത് അവസാനം രാത്രിയാകുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും അല്ലേ നമുക്ക്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഇൻസുലേഷൻ അവിടെ മെയ്ഡ് ചെയ്യുന്നത്. ഇൻസുലേഷൻ സീലിംഗ് എന്താണ്? അതിൻ്റെ മുകളിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ എന്താണ്? പ്രിവെൻറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ആൻഡ് ഹെൻസ് കീപ്പ് റൂം കൂളർ. അതുകൊണ്ട് എന്താണ്? ആ ഒരു ഹീറ്റിനെ അകത്തോട്ട് കടത്തി വിടാതിരിക്കും. അതുകൊണ്ട് റൂം എപ്പോഴും തണുത്ത് തന്നെ ഇരിക്കും. ഈ സീലിംഗ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ സിമെൻറ്റ് പയ്യെ ചൂട് പിടിച്ച് രാത്രിയാകുമ്പോഴത്തേക്ക് ആ വാർത്ത വീട്ടിൽ നമുക്ക് കിടക്കാനേ പറ്റില്ല. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് നമ്മുടെ കണ്ടക്ഷൻ്റെ യൂണിറ്റുകൾ നോക്കാം. എന്തൊക്കെയാണ് കണ്ടക്ഷൻ്റെ യൂണിറ്റ്? ജൂൾ, സെക്കൻഡ് ഇൻവേഴ്സ്, മീറ്റർ ഇൻവേഴ്സ്, കെൽവിൻ ഇൻവേഴ്സ് ആണ് നമ്മുടെ ഹീറ്റിൻ്റെ ഈ പറയുന്ന കണ്ടക്ഷൻ്റെ SI യൂണിറ്റുകൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? WN ഇൻവേഴ്സ് എന്താണ്? K ഇൻവേഴ്സ്, അതായത് കെൽവിൻ ഇൻവേഴ്സ് എന്നും പറയാം. ഓക്കെ, ക്ലിയർ? ഇനി അടുത്തൊരു വീഡിയോ നോക്കാം. നമ്മളൊരു വാട്ടർ ബോയിൽ ചെയ്യാണ്. വാട്ടർ നമ്മൾ ചൂടാക്കി കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾ നോക്കിയതാ ഇവിടുന്ന് ബബിൾസ് എന്താണ്? മുകളിലേക്ക് പൊങ്ങി പോകുന്നത് കാണാൻ പറ്റുന്നില്ലേ? അല്ലേ? എയർ ബബിൾസ് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി പോകുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിൽ നടക്കുന്ന പ്രോസസ്സ് നമുക്ക് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇപ്പം നോക്കിയേ, ഇതിൻ്റെ ഇത് കൂടി അല്ലേ? ആ ബബിൾസ് പോകുന്നതിൻ്റെ അളവ് കൂടിയപ്പോൾ നോക്കിയാൽ ഇതിങ്ങനെ സർക്കിളായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടില്ലേ? ഇതാ ഇങ്ങനെ വന്നിട്ട് തിരിച്ചു പോകുന്ന കണക്കൊക്കെ തോന്നുന്നില്ലേ? അല്ലേ? തിരിച്ച് കറങ്ങി വരുന്ന ഒരു ഫീല് തോന്നുന്നില്ലേ? ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ഹീറ്റ് ഈ മോളിക്യൂൾസ് മുകളിൽ നിന്ന് താഴെ നിന്ന് മേലോട്ട് പോകും, മേളിൽ നിന്ന് താഴോട്ട് വരും. കണ്ട? അപ്പം കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ലേ? അത് സർക്കിൾ ചെയ്ത് കറങ്ങുന്ന കണക്കല്ലേ നമുക്ക് തോന്നുന്നേ. അതായത് ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ, ഹീറ്റ് ചെയ്തപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഹീറ്റ് ചെയ്തപ്പോൾ ഈ താഴെ കിടക്കുന്ന ഈ മോളിക്യൂൾസിന് എന്ത് സംഭവിക്കും? താഴെയുള്ള മോളിക്യൂൾസ് ഹീറ്റ് ആവും. എന്നിട്ട് അത് മുകളിലോട്ട് പോകുമ്പോൾ മേളിലുള്ള എന്തിനാണ് അവൻ ഓടുന്നതെന്ന് പറഞ്ഞ് അവൻ താഴേക്ക് വരും. മേളിൽ ഇരിക്കുന്നത് എന്താ സംഭവം എന്നറിയാൻ വേണ്ടി ഓടി താഴോട്ട് വരും അല്ലെ? കൊറോണ സമയത്തൊക്കെ നമ്മൾ ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കാറും എടുത്തുകൊണ്ടിറങ്ങി എന്താണ് ലോക്ക്ഡൗൺ എന്ന് കാണാൻ. അത് കണക്ക് ഇവിടെ ചൂടായപ്പോൾ ഇവന് പൊള്ളല് സഹിക്കാൻ വയ്യാതെ ഇവ ഓടി മേളിലോട്ട് പോയപ്പോൾ അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അവൻ താഴോട്ട് വന്നു. അപ്പോൾ അവനും ചൂടായി, അവൻ മേളിലോട്ട് പോകും. അങ്ങനെ കറങ്ങിയാണ് ഈ വാട്ടർ ബോയിൽ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ കൺവെക്ഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ എന്താണ് കൺവെക്ഷൻ? ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബൈ കൺവെക്ഷൻ മോഡ് ടേക്സ് പ്ലേസ് ലിക്വിഡ് ആൻഡ് ഗ്യാസസ്. എവിടെയാണ് നടക്കുന്നത്?
ലിക്വിഡിലും ഗ്യാസസിലും ഇങ്ങനെ പ്രോസസ്സ് ചെയ്ത് ഈ മോളിക്യൂൾസ് ഇങ്ങനെ മൂവ് ചെയ്യണമെങ്കിൽ അത് ഈ സോളിഡിൽ നടക്കുമോ? സോളിഡിൽ മോളിക്യൂൾസ് മൂവ് ചെയ്യില്ല അല്ലേ? അപ്പോൾ ഏതിലാണ്? ലിക്വിഡ്സിലും ഗ്യാസസിലാണ് കൺവെക്ഷൻ നടക്കുന്നത്. അപ്പോൾ കൺവെക്ഷൻ ഈസ് ദ ഫിനോമിനൻ ഇൻ വിച്ച് ഹീറ്റ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ബൈ ആക്ച്വൽ മൂവ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾസിൻ്റെ ആക്ച്വൽ മൂവ്മെൻറ്റ് വഴിയാണ് എന്ത് ഈ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പോൾ എന്താണ്? കൺവെക്ഷൻ ക്യാൻ ബി നാച്ചുറൽ ഓർ ഫോഴ്സ്ഡ്. അപ്പോൾ ഈ കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ നാച്ചുറലും ആവാം, നമുക്ക് ഫോഴ്സ്ഫുള്ളി അത് ചെയ്യാനും സാധിക്കും. അറ്റ് ദ സെയിം ടൈം ഡെൻസ് വാട്ടർ മോളിക്യൂൾസ് അറ്റ് ടോപ്പ് മൂവ്സ് ടു ദ ബോട്ടം. അപ്പോൾ എന്താണ്? ഇത് മേളിൽ നിന്ന് താഴേക്ക് വരും, നമുക്കറിയാം. ദസ് കൺവെക്ഷൻ കറണ്ട് ഗെറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് എൻ്റർ വാട്ടർ ഗെറ്റ് ഹീറ്റഡ്. അങ്ങനെ ഇതിങ്ങനെ മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് എൻ്റയർ വാട്ടറും എന്ത് ചെയ്യുന്നത്? ഹീറ്റ് ആവുന്നത്. ഓക്കെ, ദസ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദെയർ വെയർ നോ കൺവെക്ഷണൽ കറണ്ട് ആൻഡ് ഇറ്റ് വുഡ് ബി ഡിഫിക്കൽട്ട് ടു ബോയിൽ വാട്ടർ. അപ്പോൾ ഇതിനകത്ത് കൺവെക്ഷണൽ കറണ്ട് ഒന്നും ഇല്ലെന്ന് നമുക്കറിയാം. പക്ഷെ എന്താണ്? അതുണ്ടെങ്കിൽ നമുക്ക് വാട്ടറിനെ ബോയിൽ ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. ഓക്കെ, അത് ദ റേറ്റ് അറ്റ് വിച്ച് ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ സർഫസ് ഓഫ് ദ ഫ്ലൂയിഡ് ടു ഗിവൺ ഇൻ ദ റിലേഷൻ. അപ്പോൾ അതിൻ്റെ റിലേഷനാണ് പറഞ്ഞിരിക്കുന്നത് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ HA ഡെൽറ്റ ടി ആയിരിക്കും. ഓക്കെ, ഡെൽറ്റ എന്ന് പറയുമ്പോൾ ഈ ഡെൽറ്റയാണ്. അപ്പോൾ എന്താണ്? ഹീറ്റ്. ചേഞ്ചിങ് ഹീറ്റ് ബൈ ചേഞ്ചിങ് ടൈം, അതാണ് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി എന്നാണ്. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു എന്താണ്? HA ഡെൽറ്റ ടി. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ എ എന്ന് പറഞ്ഞാൽ എന്താണ്? സർഫസ് ഏരിയയാണ്. നമ്മുടെ റിലേഷനാണ് പറഞ്ഞേക്കുന്നത്. ഈ ഒരു കൺവെക്ഷൻ്റെ റിലേഷനാണ് പറഞ്ഞേക്കുന്നത് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. ചേഞ്ച് ഇൻ എന്താണ്? ഹീറ്റ് ബൈ ചേഞ്ച് ഇൻ ടൈം. ടൈമിനനുസരിച്ചുള്ള ഹീറ്റിൻ്റെ ചേഞ്ച്. അത് എന്തിന് ഈക്വലായിരിക്കും? HA ഡെൽറ്റ ടിക്ക് ഈക്വലായിരിക്കും. എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? എ കോൺസ്റ്റൻ്റ് ആണ്, അതിനെ കൺവെക്ഷൻ കോവിഷ്യൻ്റ് എന്ന് പറയാം. എ എന്ന് പറഞ്ഞാൽ എന്താണ്? സർഫസ് ഏരിയ ആണ്. പിന്നെന്താണ്? ദ വാല്യൂ ഓഫ് എച്ച് ഡിപ്പെൻസ്. എന്തിനെയൊക്കെയാണ് ഈ വാല്യൂ? എച്ചിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്ന് നോക്കി എന്തൊക്കെയാണ്? ഷേപ്പ് ഓഫ് ദ സർഫസ്, സർഫസിൻ്റെ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യും. വെദർ ദ സർഫസ് ഈസ് ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ. ഹൊറിസോണ്ടൽ ആണോ വെർട്ടിക്കൽ ആണോ അതിനനുസരിച്ചും ഇതിന് മാറ്റങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടക്ഷനും പഠിച്ചല്ലോ. ഇത് രണ്ടും പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്തും മനസ്സിലായി. അപ്പോൾ നമ്മൾ കണ്ടക്ഷൻ പഠിച്ചപ്പോഴും കൺവെക്ഷൻ പഠിച്ചപ്പോഴും നമ്മൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, അതായത് ഒരു മീഡിയത്തിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ കുറച്ച് പോയിന്റ്സ് കിട്ടില്ലേ? എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഫോർ കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ മോഡ്സ്. കണ്ടക്ഷൻ മോഡിലും കൺവെക്ഷൻ മോഡിലും എന്താണ്? ഒരു മീഡിയം നെസസറി ആണ്. അതാണ് നമ്മൾ ഈ രണ്ട് കാര്യത്തിലും പഠിച്ചില്ലേ? അവിടെ എന്താണ്? നമ്മുടെ കണ്ടക്ഷൻ്റെ കാര്യത്തിലാണെങ്കിൽ സോളിഡും ലിക്വിഡും ഗ്യാസിലും എന്താണ്? അവിടെ കണ്ടക്ഷൻ നടക്കും. കൺവെക്ഷനിൽ എന്താണ്? അവിടെ ലിക്വിഡിലും ഗ്യാസിലും വേണം, ഒരു മീഡിയം അവിടെ ആവശ്യമുണ്ട്. അപ്പോൾ എന്താണ്? കണ്ടക്ഷൻ നടക്കണമെങ്കിലും കൺവെക്ഷൻ നടക്കണമെങ്കിലും എന്താണ്? അവിടെ മീഡിയം ആവശ്യമാണ്. ഓക്കെ, അടുത്തെന്താണ്? റേഡിയേഷൻ മോഡാണ് ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ള. റേഡിയേഷൻ എന്താണില്ല? ഒരു മീഡിയം ആവശ്യമില്ല, മീഡിയത്തിൻ്റെ ആവശ്യമില്ല. ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഉണ്ടെങ്കിൽ എന്താണ്? ദ ഹീറ്റ് എനർജി കമ്മിങ് ഫ്രം ദ സൺ ടു ദ എർത്ത് എന്താണ്? റേഡിയേഷൻ മോഡാണ്. പക്ഷേ ഇതിനകത്ത് എന്താണ്? ഒരു മീഡിയത്തിൻ്റെ ആവശ്യം ഇതിനില്ല. പക്ഷെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രോസസ്സ് കുറച്ചുകൂടെ വേഗത്തിൽ നടക്കും. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം ക്ലിയർ അല്ലേ ഇത്രയും കാര്യം? ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു സീൻ നോക്കാം. ഇത് നമ്മുടെ അറബിക്കഥ എന്ന സിനിമയിലെ ഒരു രംഗമാണ്. നമ്മുടെ എന്താണ്? ശ്രീനിവാസൻ ആ കൊട്ട വെയിലത്ത് നിന്ന് പണിയെടുത്തിട്ട് എന്താണ്? തളർന്ന് തല ഇറങ്ങി വീഴുന്ന ഒരു സീനുണ്ട് അല്ലേ? ഇത്രയും കാറ്റും വെളിച്ചമുള്ള സ്ഥലത്ത് കൊണ്ടെത്തിച്ചതിന് ഇത് പറയുന്ന ഒരു രംഗം നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുള്ള സിനിമയാണ്. അപ്പോൾ എന്താണ്? തല ഇറങ്ങി വീഴുന്നു. അപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ നമ്മുടെ ആ ഹീറ്റിൻ്റെ, ആ ചൂടിൻ്റെ, അത്രയും ചൂടേറ്റ് വിയർത്ത് തളർന്നാണ് നമ്മുടെ ശ്രീനിവാസൻ ഇവിടെ തല ഇറങ്ങി വീണതല്ലേ. അപ്പോൾ എന്താ ഇവിടെ കാരണം? ഇവിടെ നമ്മുടെ ആ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തെത്തി നമ്മുടെ സൂര്യനിൽ എന്താണ്? സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എന്താണ്? അവിടെ ഒരു ശൂന്യ ആകാശമാണ്, അവിടെ മീഡിയം ഒന്നുമില്ല. പക്ഷെ ആ ഹീറ്റ് നമ്മുടെ ഭൂമിയിലെത്തി ഭൂമിയിലുള്ള ഒരാളെ എന്താണ്? അത് ബാധിച്ചു, അദ്ദേഹം തല ഇറങ്ങി വീണു അല്ലേ. അപ്പോൾ എന്താണ്? ആ ഹീറ്റിങ് എത്തിയതുകൊണ്ടല്ലേ, ആ ഹീറ്റ് നമ്മുടെ ഭൂമിയെ കഴിഞ്ഞെന്താണ്? നമ്മുടെ ശരീരത്തിൽ അടിക്കുന്നതുകൊണ്ടാണ് നമുക്കവിടെ ചൂട് ഫീൽ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ റേഡിയേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഈ പാത്രം നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും നിന്നാലും നമുക്ക് എന്താണ്? നമ്മൾ കൈ അതിൻ്റെ അടുത്തുകൊണ്ട് വയ്ക്കുമ്പോഴും നമുക്ക് ആ ചൂട് ഫീൽ ചെയ്യത്തില്ലേ? എന്താ കാരണം? അതും റേഡിയേഷനാണ് കാരണം. അപ്പോൾ എന്താണ്? തെർമൽ റേഡിയേഷൻ ഈസ് ദ തേർഡ് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. അപ്പോൾ തെർമൽ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂന്നാമത്തെ മോഡാണ് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ.
വിച്ച് നോ റിക്വയർ എ മെറ്റീരിയൽ മീഡിയം. അതിന് ഒരു മെറ്റീരിയൽ മീഡിയം ആവശ്യമില്ല. നമുക്ക് മനസ്സിലായില്ലേ, നമുക്ക് ശൂന്യാകാശത്ത് നമ്മുടെ സ്പേസിലുള്ള ഒരു സൂര്യനിൽ നിന്ന് എന്താണ് ഒരു മീഡിയത്തിൻ്റെ സഹായം ഇല്ലാതെ ആ ഹീറ്റ് എവിടെ എത്തി, നമ്മുടെ ഭൂമിയിലെത്തി അല്ലേ. അപ്പം എന്താണ് അവിടെ ഒരു മെറ്റീരിയൽ മീഡിയത്തിൻ്റെ ആവശ്യമില്ല. ആൾ ബോഡീസ് റേഡിയേറ്റ് എനർജി ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. എല്ലാ ബോഡീസും എന്താണ് ഈ എനർജിയെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോമിൽ എന്താണ് എമർജ് ചെയ്ത് കളയുന്നുണ്ട് അല്ലെങ്കിൽ റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് ദ എനർജി ട്രാൻസ്ഫേർഡ് ഇൻ ദ മോഡ് ഈസ് ഓഫൺ കാൾഡ് തെർമൽ റേഡിയേഷൻ. അപ്പോൾ എന്താണ് ഈ എനർജി ട്രാൻസ്ഫറിനെ നമുക്ക് എന്തെന്ന് പറയാമെന്ന് പറയുന്നു, തെർമൽ റേഡിയേഷൻ എന്ന് പറയാം. പിന്നെന്താ പറയുന്നത്, ഇറ്റ് ജസ്റ്റ് ഡിസ്റ്റിങ്ക്വിഷ് ഇറ്റ് ഫ്രം ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽസ് ആൻഡ് ന്യൂക്ലിയർ റേഡിയേഷൻ. ന്യൂക്ലിയർ റേഡിയേഷൻ, ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽസിൽ നിന്നൊക്കെ എന്താണ് ഇത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമാണ് അല്ലേ തെർമൽ റേഡിയേഷൻ എന്ന് പറയുന്നത്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് എനർജി ഫ്രം one location to another location is often known as infrared radiation. അതായത് ഈ ഹീറ്റ് എനർജി നമ്മൾ ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, ഇൻഫ്രാറെഡ് റേഡിയേഷൻ എന്ന് പറയാം. ദിസ് ഈസ് ബിക്കോസ് വേവ് ലെങ്ത് റേഞ്ച് ഓഫ് തെർമൽ റേഡിയേഷൻ എപ്പോഴാണ് 800 മൈക്രോമീറ്ററിനും 400 മൈക്രോമീറ്ററിനും ഇടയിലാണെങ്കിലാണ് ആ ഇൻഫ്രാറെഡ് റീജിയണിലാവുന്നത്. ഓക്കെ, 800 മൈക്രോമീറ്ററിനും 400 മൈക്രോമീറ്ററിനും ഇടയിലായിട്ട് ഈ ഹീറ്റ് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അത് എന്ത് റീജിയണിലായിരിക്കും ഉള്ളത്, അത് ഇൻഫ്രാറെഡ് റീജിയൻ ആണ് ഈ 800 തൊട്ട് 400 വരെ ഉള്ളത്. അപ്പം എന്ത് നമുക്ക് പറയാം, ഈ റേഡിയേഷനെ ഇൻഫ്രാറെഡ് റേഡിയേഷൻ എന്ന് പറയാം. നമ്മൾ 400 തൊട്ട് 700 വിസിബിൾ റീജിയൻ ഒക്കെ പഠിച്ചിട്ടില്ലേ, അതുപോലെ തന്നെയാണ് എന്ത് ഈ ഒരു റീജിയനും പറയുന്നത്. ഇനി സം ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് തെർമൽ റേഡിയേഷൻ. നമ്മുടെ തെർമൽ റേഡിയേഷൻ്റെ കുറച്ച് ബേസിക് പ്രോപ്പർട്ടീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് കഴിയും. ഓക്കെ, അപ്പോൾ എന്താണ് ദേ ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ തെർമൽ റേഡിയേഷൻ എന്താണ്, സ്ട്രെയിറ്റ് ലൈനിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. നമ്മുടെ സൂര്യൻ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ സൂര്യൻ്റെ ഹീറ്റ് എന്താണ് എവിടെയെങ്കിലും തട്ടി വളയുന്നുണ്ടോ, ഇല്ല, അത് നേരെ വന്ന് നമ്മുടെ ഭൂമിയിലേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ദേ ട്രാവലിംഗ് സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്പീഡ് ഓഫ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ലൈറ്റിൻ്റെ സ്പീഡ് നമുക്കറിയാം 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതേ വേഗതയിലാണ് നമ്മുടെ ഈ ഒരു ലൈറ്റ് ഈ തെർമൽ റേഡിയേഷൻ പാസ് ചെയ്യുന്നത്. ദ മെറ്റീരിയൽ മീഡിയം ഈസ് നോട്ട് നെസസറി അല്ലേ, മെറ്റീരിയൽ മീഡിയം ആവശ്യമില്ല. മെറ്റീരിയൽ മീഡിയം ഈസ് നോട്ട് നെസസറി ഫോർ പ്രൊപ്പഗേഷൻ. പ്രൊപ്പഗേഷൻ ഒരു മെറ്റീരിയലിൻ്റെ ആവശ്യമില്ല. അതെന്താണ്, ഒരു മീഡിയം ഇല്ലെങ്കിലും അതിങ്ങ് എത്തിക്കോളൂ അല്ലേ. പിന്നെന്താണ് ദേ ഡു നോട്ട് ഹീറ്റ് ദ മീഡിയം ത്രൂ വിച്ച് ദേ ആർ ട്രാവലിംഗ്. അതെന്താണ്, അത് പാസ് ചെയ്യുന്ന ആ ഭാഗത്തെ ഒന്നും അത് ഹീറ്റ് ചെയ്യുന്നില്ല. എന്താണ് ഡു നോട്ട് ഹീറ്റ് ദ മീഡിയം, അത് പാസ് ചെയ്ത ആ മീഡിയത്തിനെ അത് ഏതെങ്കിലും മീഡിയത്തിലൂടെ അഥവാ പാസ് ചെയ്യുകയാണെങ്കിലും ആ മീഡിയത്തിനെ അത് ഹീറ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ദേ ക്യാൻ റിഫ്ലക്റ്റഡ് ആൻഡ് റിഫ്രാക്റ്റഡ് ജസ്റ്റ് ആസ് ലൈറ്റ്. ലൈറ്റിനെ പോലെ തന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്, റിഫ്ലക്റ്റും റിഫ്രാക്ഷനും ഒക്കെ വിധേയമാകുന്നുണ്ട്. ദേ ആൾസോ എക്സിബിറ്റ് ദ ഫിനോമിന ലൈക്ക് ഇൻ്റർഫറൻസ്, ഡിഫ്രാക്ഷൻ ആൻഡ് പോളറൈസേഷൻ. അപ്പോൾ പോളറൈസേഷനും ഡിഫ്രാക്ഷൻ, ഇൻ്റർഫറൻസ് പോലെയുള്ള ഫിനോമിനൻസും ആര് കാണിക്കുന്നുണ്ട്, നമ്മുടെ തെർമൽ റേഡിയേഷൻസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ദേ ഒബേ ഇൻവേഴ്സ് സ്ക്വയർ ലാ. ഇൻവേഴ്സ് സ്ക്വയർ ലായെ ഇത് ഒബേ ചെയ്യുന്നുണ്ട്. അടുത്ത എന്താ പറയുന്ന, ഇൻറ്റൻസിറ്റി ഓഫ് തെർമൽ റേഡിയേഷൻ അറ്റ് എ പോയിന്റ്. ഒരു പോയിന്റിൽ 12 ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്താണ്, ഇൻറ്റൻസിറ്റി ഓഫ് തെർമൽ റേഡിയേഷൻ അറ്റ് എ പോയിന്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്. അതായത് എന്താണ്, ആ പറയുന്ന റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി എന്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ. അതായത് ഇൻറ്റൻസിറ്റി ഓഫ് തെർമൽ റേഡിയേഷൻ കൂടുമ്പോൾ എന്ത് കുറയും, സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് അത് കുറയും അല്ലേ. അപ്പോൾ ഡിസ്റ്റൻസ് കുറയും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ റേഡിയേറ്റിംഗ് സോഴ്സിൻ്റെ ഡിസ്റ്റൻസ് കുറയും. അപ്പോൾ എന്താണ്, ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ അറ്റ് എ പോയിന്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഫ്രം ദ റേഡിയേറ്റിംഗ് സോഴ്സ്. ആ റേഡിയേഷൻ ഉണ്ടാക്കുന്ന ആ സോഴ്സിൻ്റെ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ തന്നെ കുറയും, അത്രയും ആയിട്ടങ്ങ് കുറയുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ കൂടുകയാണെങ്കിൽ കുറയും, കുറയുകയാണെങ്കിൽ കൂടും. ഇപ്പോൾ എന്താണ്, ഇൻറ്റൻസിറ്റി ഓഫ് തെർമൽ റേഡിയേഷൻ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് കൂടും, അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, ഈ തെർമൽ റേഡിയേഷൻസ് ആർ എ ലോങ് വേവ് ലെങ്ത് ദാൻ ദാറ്റ് ഓഫ് വിസിബിൾ ലൈറ്റ്. അപ്പോൾ ഈ തെർമൽ റേഡിയേഷൻ എന്താണ് പറഞ്ഞേക്കുന്നത്, വേവ് ലെങ്ത് വിസിബിൾ ലൈറ്റിനേക്കാൾ കൂടുതലായിരിക്കും അല്ലേ, അതിനേക്കാൾ ലോങ്ങർ ആയിരിക്കും. ദ റേറ്റ് അറ്റ് വിച്ച് എനർജി റേഡിയേഷൻ ഡിപ്പെൻഡ്സ് ഓൺ. എന്തൊക്കെയാണ് ഈ എനർജി ഓഫ് റേഡിയേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതും കൂടെ നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്, ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി, ആ ബോഡിയുടെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. അതിൻ്റെ നേച്ചറിനെ, ആ റേഡിയേറ്റിംഗ് സോഴ്സിൻ്റെ
നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം എന്തൊക്കെയാണ് ഈ ഒരു സോഴ്സ് എനർജി റേഡിയേഷൻ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു, എന്തിനൊക്കെയാണ് ആ ബോഡിക്ക് എത്ര ടെമ്പറേച്ചർ ഉണ്ട്, ആ റേഡിയേഷൻ നടത്തുന്ന ആ ഒരു ബോഡിക്ക് എത്ര ടെമ്പറേച്ചർ ഉണ്ട്, ആ ഒരു ബോഡിയുടെ സ്വഭാവം എന്താണ്, ആ ഒരു ബോഡിയുടെ നേച്ചർ, ആ മെറ്റീരിയലിൻ്റെ നേച്ചർ എന്താണ്, അതിനെ ആശ്രയിച്ചാണ് ഈ എനർജി റേഡിയേഷൻ റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എനി ഒബ്ജക്റ്റ് ഹൂസ് ടെമ്പറേച്ചർ ഈസ് എബോവ് 0 Kelvin ആൻഡ് എമിറ്റ് ആൻഡ് അബ്സോർബ് തെർമൽ റേഡിയേഷൻ. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്, ഏതെങ്കിലും ഒരു വസ്തുവിന്, ഏത് വസ്തുവാണെങ്കിലും അതിനെന്താണ് 0 Kelvinേക്കാൾ കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ, ടെമ്പറേച്ചർ ഈസ് എബോവ് 0 Kelvin, അതെന്താ ചെയ്യും, അത് ആ തെർമൽ റേഡിയേഷനെ എമിഷൻ നടത്തുകയും അബ്സോർപ്ഷൻ നടക്കുകയും ചെയ്യും, അതിനെ എമിറ്റ് ചെയ്യുകയും ചെയ്യും, അതിനെ സ്വീകരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ വർക്കൗട്ടിലേക്ക് കിടക്കാം. ഓക്കെ, വാട്ട് ആർ ദ സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടക്ട് ഹീറ്റ് വെൽ കാൾഡ്? നല്ല രീതിയിൽ ഹീറ്റിനെ കടത്തിവിടുന്ന ആ സബ്സ്റ്റൻസിനെ നമുക്ക് എന്ത് പറയാം? നല്ല രീതിയിൽ ഹീറ്റിനെ കടത്തിവിടുകയാണെങ്കിൽ അത് എന്താണ്? കണ്ടക്ടേഴ്സ് ആണ്. എന്തൊരു കണ്ടക്ടേഴ്സ് ആണ്? ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്. നമുക്കറിയുന്ന ചോദ്യമാണ് അല്ലേ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്? താഴെ തന്നേക്കുന്നതിൽ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് അല്ലാത്തതാണ് ചോദിച്ചേക്കുന്നത്. ആരാണ്? റബ്ബർ ആണ്. അടുത്തത്, വാട്ട് ഈസ് ദ പ്രൈമറി ക്യാരക്ടറിസ്റ്റിക് ഓഫ് മെറ്റൽ റിഗാർഡിംഗ് ഹീറ്റ് കണ്ടക്ഷൻ? ഹീറ്റ് കണ്ടക്ഷൻ്റെ പ്രൈമറി ആയിട്ടുള്ള കാര്യം എന്താണ്? എക്സലൻറ്റ് കണ്ടക്ടേഴ്സ് ആയിരിക്കണമെന്നാണ് അല്ലേ. അത് നമുക്കറിയുന്ന കാര്യമാണ്. വാട്ട് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് വിത്തൗട്ട് എ ആക്ച്വൽ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ? ഒരു മെറ്റൽ അല്ലെങ്കിൽ ഒരു സംഭവം നമ്മൾ ചൂടാക്കുന്നു, ആ ഒരു സാധനത്തിൻ്റെ എന്താണ് ഈ പറയുന്ന ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് യഥാർത്ഥത്തിൽ മൂവ് ചെയ്യാതെ അതിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുകയാണെങ്കിൽ അവിടെ എന്താണ്? വൈബ്രേഷൻ ആണ് നടന്നത്. അപ്പോൾ വൈബ്രേഷൻ നടക്കുന്ന ഏതിനകത്താണ്? കണ്ടക്ഷനകത്താണ്. നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ എന്താണ് ഉത്തരം? കണ്ടക്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. വെൻ എ സബ്സ്റ്റൻസ് ഈസ് ഹീറ്റഡ് വാട്ട് ഹാപ്പൻ ടു ആറ്റം ഓഫ് ദ സബ്സ്റ്റൻസ്? അപ്പോൾ ഒരു സബ്സ്റ്റൻസ് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആറ്റത്തിന് എന്താണ് സംഭവിക്കുന്നത്? എന്താണ്? ദേ വൈബ്രേറ്റ് വിത്ത് ഗ്രേറ്റർ ആംപ്ലിറ്റ്യൂഡ്. നമ്മൾ പഠിച്ചതാണ്, കണ്ടക്ഷനിൽ പഠിച്ച പോയിൻ്റാണിത്. എന്താണ്? അത് ഗ്രേറ്റർ ആംപ്ലിറ്റ്യൂഡിൽ അത് എന്ത് ചെയ്യും? അത് വൈബ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്? താഴെ തന്നേക്കുന്നതിൽ ഏതാണ് ബെസ്റ്റ് കണ്ടക്ടർ? നമ്മൾ പഠിച്ച കാര്യമാണ്, PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? സിൽവർ ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് ഇൻക്രീസ്ഡ് വൈബ്രേഷണൽ ആംപ്ലിറ്റ്യൂഡ് ഇൻ എ സബ്സ്റ്റൻസ് വെൻ ഹീറ്റഡ്? അപ്പോൾ എന്താണ്? വൈബ്രേഷണൽ ആംപ്ലിറ്റ്യൂഡ് കൂടിയാൽ, ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വൈബ്രേഷണൽ ആംപ്ലിറ്റ്യൂഡ് കൂടുകയാണെങ്കിൽ അതിനെന്താ സംഭവിക്കുന്നത്? അതിന് ഇൻക്രീസ്ഡ് ടെമ്പറേച്ചർ ഫ്രം 1 പോയിന്റ് ടു അനദർ പോയിന്റ്. നമ്മൾ പഠിച്ചതാണ്, ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ആവുകയല്ലേ ചെയ്യുന്നത്. അതിനെ നമ്മൾ കണ്ടക്ഷൻ എന്നാണ് പറഞ്ഞത്. ഇവിടെ കണ്ടക്ഷൻ കുറയുക എന്നൊരു ഓപ്ഷൻ ഉണ്ട്. കണ്ടക്ഷൻ കുത്തരുത്. കണ്ടക്ഷൻ കുറയുകയല്ല, കൂടുകയാണ് ചെയ്യുന്നത്. ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഫ്രം 1 പോയിന്റ് ടു അനദർ. ഓക്കെ, അടുത്ത ചോദ്യം, അറ്റ് വാട്ട് പോയിന്റ് ഡു വി സേ ദാറ്റ് എ സ്റ്റഡി സ്റ്റേറ്റ് ഈസ് റീച്ച്ഡ് ഡ്യൂറിങ് ദ ഹീറ്റ് കണ്ടക്ഷൻ? ഒരു ഹീറ്റ് കണ്ടക്ഷനിൽ എപ്പോഴാണ് സ്റ്റഡി സ്റ്റേറ്റ് ഉണ്ടാവുന്നത്? നമ്മൾ പഠിച്ചതാണ്. എപ്പോഴാണ്? വെൻ ദെയർ ഈസ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അക്രോസ് റീജിയൻ ഓർ പോയിന്റ്. ആ റീജിയന് മുഴുവനായിട്ടും ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആവുമ്പോഴാണ് നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നത്? സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് നോൺ മെറ്റൽ ദാറ്റ് ഈസ് പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ്? താഴെ തന്നേക്കുന്നതിൽ എന്താണ് പ്യുവർ കണ്ടക്ടർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആസ്ബറ്റോസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, വാട്ട് ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസ് ആർ ഗ്യാസസ് ആൻഡ് നോൺ മെറ്റൽസ് ഇൻ ടേംസ് ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ? ഈ ഗ്യാസസും നോൺ മെറ്റൽസും ഏതാണ്? ഇൻസുലേറ്റേഴ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ ഇൻസുലേറ്റർ അല്ലെങ്കിൽ പ്യുവർ കണ്ടക്ടേഴ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? ഇൻസുലേറ്റർ ആണ് വരേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ തെർമൽ കണ്ടക്ടിവിറ്റി കെ? തെർമൽ കണ്ടക്ടിവിറ്റി ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ കെ ആണ്. കെ ഓഫ് ദ മെറ്റീരിയൽ എന്തിനാണ് സിഗ്നിഫൈ ചെയ്യുന്നത്? എന്താണ്? നമ്മൾ പറഞ്ഞു, ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ഫ്ലോയിങ് ത്രൂ എ മെറ്റീരിയൽ. ഒരു യൂണിറ്റ് ഏരിയയിൽ യൂണിറ്റ് സമയത്തിൽ എന്താണ്? ഒരു മെറ്റീരിയലിലൂടെ പാസ് ചെയ്യുന്ന ആ ഹീറ്റിൻ്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് കൺവെക്ഷൻ? ഇത് നമുക്കറിയുന്നതാണ്. എന്താണ്? ആക്ച്വൽ മൂവ്മെൻറ്റ് വഴിയാണ്, ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബൈ ആക്ച്വൽ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ വഴിയാണ് എന്ത് നടക്കുന്നത്? കൺവെക്ഷൻ നടക്കുന്നതെന്ന് നമുക്കറിയാം. അത് നമ്മൾ പഠിച്ച ചോദ്യമാണ്. അടുത്തെന്താണ്? ഇൻ വിച്ച് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഡസ് കൺവെക്ഷൻ പ്രൈമറി ഒക്കേഴ്സ്? കൺവെക്ഷൻ നടക്കണമെങ്കിൽ ഏതാണ്? കണ്ടക്ഷൻ ആണെങ്കിൽ സോളിഡ്, ലിക്വിഡ്, എന്താണ്, ഗ്യാസിൽ നടക്കും. കൺവെക്ഷൻ ആണെങ്കിൽ ലിക്വിഡിലും ഗ്യാസസിലുമാണ് നടക്കുന്നത്.
ഓക്കെ, ഇനി അടുത്ത ചോദ്യം, വാട്ട് എക്സ്റ്റാബ്ലിഷ് എ കൺവെക്ഷണൽ കറണ്ട് വെൻ ബോയിലിംഗ് വാട്ടർ ഇൻ കെറ്റിൽ. അപ്പോൾ ബോയിലിംഗ് വാട്ടറിൻ്റെ കേസിൽ എന്താണ് കൺവെക്ഷണൽ കറണ്ട്? മൂവിങ് ഓഫ് പാർട്ടിക്കിൾ ഇൻ ദ വാട്ടർ. ആ വാട്ടറിലെ മൂവ്മെന്റ് നടക്കുന്നത് എന്താണ്? ആ പാർട്ടിക്കിളിന്റെ മൂവ്മെന്റ് ആണ് അവിടെ നടക്കുന്നത്, വേറൊന്നും അല്ല അല്ലേ. അടുത്ത എന്താണ്? വൈ വുഡ് ബി ഇറ്റ് ഡിഫിക്കൽട്ട് ടു ബോയിൽ വാട്ടർ വിത്തൗട്ട് കൺവെക്ഷണൽ കറണ്ട്. എന്തുകൊണ്ടാണ് കൺവെക്ഷണൽ കറണ്ടിന്റെ ആബ്സെൻസിൽ നമുക്ക് ഈ വാട്ടറിനെ ബോയിൽ ചെയ്യാൻ പറ്റാത്തത്? എന്താണ്? ലാക്ക് ഓഫ് മിക്സിംഗ് ആൻഡ് ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ. ഇത് മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് ആ ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് അല്ലേ. മിക്സിങ് ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് ഇതിങ്ങനെ കൺവെക്ഷണൽ കറണ്ട് വരുന്നത് കൊണ്ടാണ്. ഓക്കെ, അടുത്ത ചോദ്യം, വാട്ട് ഡസ് ദ കൺവെക്ഷൻ കോഎഫിഷ്യന്റ് എച്ച് ഡിപ്പെൻഡ്സ് ഓൺ. കൺവെക്ഷൻ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള എച്ച് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? നമ്മൾ പഠിച്ച പോയിന്റ്സ് ആണ്. ഷേപ്പ് ഓഫ് ദ സർഫസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വെദർ സർഫസ് ഈസ് ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ. ഹൊറിസോണ്ടൽ സർഫസ് ആണോ വെർട്ടിക്കൽ ആണോ അതിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉത്തരം എന്താണ്? ബോത്ത് 1 and 2 ആണ് ഉത്തരവായിട്ട് വരുന്നത്. അടുത്ത എന്താണ്? ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് കൺവെക്ഷൻ വാട്ട് ഹാപ്പൻ ഹോട്ട് വാട്ടർ മോളിക്യൂൾസ് വെൻ ബോയിൽ ഇൻ എ കെറ്റിൽ. ഒരു കെറ്റിലിനകത്ത് നമ്മൾ വെള്ളം ചൂടാക്കുമ്പോൾ അവിടെ എന്താണ് നടക്കുന്നത്? എന്താണ്? ദേ ബിക്കം ലെസ് ഡെൻസ് ആൻഡ് മൂവ് ടു ദ ടോപ്പ്. അപ്പം അത് ഡെൻസിറ്റി അതിന് കുറയും. ഡെൻസിറ്റി അതിന് കുറഞ്ഞിട്ട് എന്താണ്? അത് മുകളിലേക്ക് പോവുകയാണ് അവിടെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഡെൻസിറ്റി കൂടിയത് എന്താണ്? അത് താഴേക്ക് വരും, കുറഞ്ഞത് മുകളിലോട്ട് പോകും. ആ ഒരു പ്രോസസ്സാണ് കൺവെക്ഷനിൽ നടക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? വിച്ച് ടൈപ്പ് ഓഫ് കൺവെക്ഷൻ ഒക്കേഴ്സ് ഡ്യൂ ടു ദ ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾ. ഏത് ടൈപ്പ് കൺവെക്ഷൻ ആണ്? നമുക്ക് അറിയാം, നമുക്ക് കൺവെക്ഷനെ 2 രീതി ചെയ്യാം. നാച്ചുറലായിട്ടും ചെയ്യാം, ഫോഴ്സ്ഡ് ആയിട്ടും ചെയ്യാം. അപ്പം എന്താണ് ഉത്തരം? 2 ടൈപ്പും ഉണ്ട് അല്ലേ. 2 ടൈപ്പ് കൺവെക്ഷനും നടക്കും. ഓക്കെ, ഇനി അടുത്ത എന്താണ്? വാട്ട് ഈസ് ദ കോൺസ്റ്റന്റ് എച്ച് ഇൻ ദ കൺവെക്ഷൻ ഇക്വേഷൻ റെപ്രസെൻറ്റിങ്. അപ്പോൾ എച്ച് എന്തിനെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു കൺവെക്ഷണൽ കോഎഫിഷ്യൻ്റ് ആണ് എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അത് എച്ച് എന്താണ് കാണിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ കെയുടെ ക്വസ്റ്റ്യനും വരാം. ഓക്കെ, അപ്പോൾ അതും നിങ്ങൾ നോക്കി വെച്ചേക്കാം. വാട്ട് ഈസ് ദ തേർഡ് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ഏതാണ് തേർഡ് മോഡ്? ഇത് ഫസ്റ്റ് കണ്ടക്ഷൻ, സെക്കൻഡ് കൺവെക്ഷൻ, തേർഡ് റേഡിയേഷൻ. അപ്പോൾ ഏതാണ് ഉത്തരം? റേഡിയേഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഹൗ ഡു ബോഡീസ് ട്രാൻസ്ഫർ എനർജി ഇൻ ദ ഫോം ഓഫ് തെർമൽ റേഡിയേഷൻ. എങ്ങനെയാണ് ബോഡി തെർമൽ റേഡിയേഷൻ എന്താണ് കൊണ്ടുപോകുന്നത്? എങ്ങനെയാണ് നമുക്കറിയാം, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ രീതിയിലാണ് ബോഡി ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് റേഡിയേഷനിൽ. ഓക്കെ, ഇനി അടുത്ത എന്താണ്? വാട്ട് ഈസ് ദ വേവ് ലെങ്ത് റേഞ്ച് ഓഫ് തെർമൽ റേഡിയേഷൻ. തെർമൽ റേഡിയേഷൻ്റെ വേവ് ലെങ്ത് എത്രയാണെന്ന് നമ്മൾ പഠിച്ചു. 800 മൈക്രോമീറ്റർ ടു 400 മൈക്രോമീറ്റർ ആണ്. ഓക്കെ, ഇതെല്ലാം നമ്മൾ പഠിച്ച ഭാഗം തന്നെയല്ലേ. വൈ ആർ തെർമൽ റേഡിയേഷൻ ഓഫൺ റെഫർ ടു ആസ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ. എന്തുകൊണ്ടാണ് നമ്മൾ ഒരു തെർമൽ റേഡിയേഷനെ എന്തെന്ന് പറയുന്നത്? ഇൻഫ്രാറെഡ് റേഡിയേഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? അത് ഇൻഫ്രാറെഡ് റീജിയണിലാണ് വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ എന്താണ് വേവ് ലെങ്ത് ഇൻഫ്രാറെഡ് റീജിയണിലുള്ളത് കൊണ്ട് അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇൻഫ്രാറെഡ് റേഡിയേഷൻ എന്ന് പറയാം അല്ലേ. അപ്പോൾ ദേ ബിലോങ് ടു ഇൻഫ്രാറെഡ് റീജിയൻ. ഓക്കെ, വാട്ട് ഈസ് എ ബേസിക് പ്രോപ്പർട്ടി ഓഫ് തെർമൽ റേഡിയേഷൻ റിഗാർഡിംഗ് ദെയർ ട്രാവൽ. അപ്പോൾ ഈ പറയുന്ന തെർമൽ റേഡിയേഷൻ്റെ എന്താണ് ബേസിക് പ്രോപ്പർട്ടി ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എന്താണ് തെർമൽ റേഡിയേഷൻ ട്രാവൽ ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈനാണ്. നമ്മളതും പഠിച്ചതല്ലേ. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു ദ ഇൻവേഴ്സ് സ്ക്വയർ ലാ. ഇൻവേഴ്സ് സ്ക്വയർ ലാ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇൻവേഴ്സ് സ്ക്വയർ ലേയിൽ എന്താണ്? വാട്ട് ഡസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് തെർമൽ റേഡിയേഷൻ ഡിപ്പെൻഡ്സ് ഓൺ. അപ്പം ഇൻറ്റൻസിറ്റി ഓഫ് തെർമൽ റേഡിയേഷൻ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? നമ്മൾ പഠിച്ചതാണ് ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി. ആ പറയുന്ന റേഡിയേഷൻ ബോഡിക്ക് എത്ര ടെമ്പറേച്ചർ ഉണ്ട്, അത് എത്ര ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്, നമ്മൾ പഠിച്ചതല്ലേ. അപ്പോൾ എന്താണ്? ബോത്ത് എ ആൻഡ് ബി ആണ് ഉത്തരവായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ക്യാൻ തെർമൽ റേഡിയേഷൻ ഹീറ്റ് ദ മീഡിയം ത്രൂ വിച്ച് ദേ ആർ ട്രാവലിംഗ്. നമ്മുടെ തെർമൽ റേഡിയേഷന് അതിന് പാസ് ചെയ്യാനായിട്ടുള്ള ഒരു മീഡിയം ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അതാണ് അവിടെ ചോദിച്ചേക്കുന്നത്. അതിന് പാസ് ചെയ്യാൻ ഒരു മീഡിയം ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, അടുത്ത എന്താണ്? വാട്ട് ഡസ് തെർമൽ റേഡിയേഷൻ എക്സിബിറ്റ് സിമിലർ ടു ലൈറ്റ്. അപ്പോൾ ലൈറ്റുമായിട്ട് ഈ പറയുന്ന തെർമൽ റേഡിയേഷനിലുള്ള സിമിലാരിറ്റി എന്താണ്? അത് ഇൻ്റർഫറൻസും റിഫ്രാക്ഷനും പോളറൈസേഷനും ഒക്കെ കാണിക്കുമല്ലേ. നമ്മുടെ ലൈറ്റിനെ പോലെ തന്നെ ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് എല്ലാം ഇത് കാണിക്കുക. അപ്പോൾ ഉത്തരം എന്താണ്? സി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, അറ്റ് വാട്ട് ടെമ്പറേച്ചർ ഡസ് ദ ഒബ്ജക്റ്റ് സ്റ്റാർട്ടിങ് എമിറ്റിംഗ് ആൻഡ് അബ്സോർബിങ് തെർമൽ റേഡിയേഷൻ. താഴെ തന്നേക്കുന്നതിൽ ഏത് ടെമ്പറേച്ചറിലാണ് നമ്മുടെ തെർമൽ റേഡിയേഷൻ ഹീറ്റിനെ എന്താണ് അബ്സോർബ് ചെയ്യുകയും എമിറ്റ് ചെയ്യുകയും ചെയ്യുന്നത്? എവിടെയാണ്? അബ്സൊല്യൂട്ട് സീറോ ടെമ്പറേച്ചറിലാണോ? അബ്സൊല്യൂട്ട് സീറോ ടെമ്പറേച്ചറിലല്ല, നമ്മൾ പഠിച്ചിട്ടില്ല.
അടുത്ത എന്താണ് 0 സെൽഷ്യസ് ആണോ? അതും അല്ല. 100 കെൽവിനും അല്ല. എന്താണ് നമ്മൾ പറഞ്ഞു? 0 കെൽവിന് മുകളിലായിരിക്കുമ്പോഴാണ് എന്താണ് 0 കെൽവിന് മുകളിലാണെങ്കിൽ മാത്രമേ എന്ത് നടക്കൂ? ആ പറഞ്ഞ ബോഡി അബ്സോർപ്ഷനും എമിഷനും നടത്തത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം ഈ ടോപ്പിക്ക് നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്താണ് ഇതിനകത്ത് നിന്ന് ഇനിയും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻ ഉണ്ടാക്കി തന്നെ പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.